ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇപ്പോൾ സമയം എട്ടേകാലായപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു മോഹം പിസ്സ ഓർഡർ ചെയ്താലോ എന്ന്. അപ്പം മഴ ആയതുകൊണ്ട് ഡെലിവറി ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് വേറൊരു സാധനം മേടിക്കാനുള്ളതും കൊണ്ടും നമ്മൾ മൂന്നാളും കൂടെ റെഡിയായി പിസ്സ മേടിക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് പിസ്സ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് കലൈപുരം SFC ആണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ബേബി കൊല്ലായി എത്തിയപ്പോഴത്തേക്കും, കൊല്ലായി മീൻസ് വീട്ടിൽ നിന്നൊരു 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഉച്ചയ്ക്ക് ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം ഉള്ളതുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയി. അല്ലെങ്കിലും പൊതുവേ അവൻ വണ്ടി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും. ഇന്ന് അതിന്നും പെട്ടെന്ന് ഉറങ്ങിപ്പോയി. കയറി ഉടനെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ എത്താനായി. കലൈപുരത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡ് കിട്ടണം ഇവിടെ നിന്നാണ്. അപ്പോൾ ഞങ്ങളെത്തി. ഇതാണ് കലൈപുരം SFC. ഇവിടെ പിസ്സ ഉണ്ട്, ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ബർഗറുണ്ട്, പിന്നെ ചിക്കൻ പോപ്കോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ മേടിക്കുന്നത് പിസ്സയും ഫ്രൈഡ് ചിക്കനുമാണ്. ചിക്കൻ പോപ്കോണും മേടിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ മടത്തറയിലോട്ട് പോവാണ്. മടത്തറയിലോട്ട് പോണേ മുടി വെട്ടാനായിട്ടുള്ളൊരു സ്റ്റീലിൻ്റെ കത്രിക മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ബേബിയുടെയും ഇക്കച്ചിയുടെയും മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരെണ്ണം ചീത്തയായിപ്പോയി. ഈ കാണിച്ചത് ഇവിടുത്തെ ഒരു സ്കിന്നിൻ്റെ ഡോക്ടർ ഹോസ്പിറ്റലാണ് കണ്ടത്. അപ്പോൾ അതൊക്കെ പാസ് ചെയ്ത് ഞങ്ങൾ മടത്തറ പോയിട്ട് വരാം. ഞാനിവിടെ അടുത്ത് SNHSS ചിത്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലാണ് 8th മുതൽ 12th വരെ പഠിച്ചത്. അപ്പോൾ ഈ വഴി പോകുമ്പോഴത്തേക്കും ഡെയിലി ഞങ്ങൾ രാവിലെ ബസ്സിൽ ഈ വഴിയാണ് കേട്ടോ പോണേ. ഇവിടെ ഒഴുകുപാറയാണ് സ്കൂൾ. അപ്പം ഈ വഴി പോകുമ്പോൾ എനിക്ക് എപ്പോഴും ഒന്ന് ബസ്സിൽ പോയ കേസ് ഓർമ്മ വരും. ബസ്സിലിങ്ങനെ ഈ വളവ് തിരിയാൻ നേരത്ത് KSRTC ബസ്സിലിങ്ങനെ വളഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ കമ്പിയിൽ പിടിക്കത്തില്ല, ബസ്സിൻ്റെ സീറ്റിൻ്റെ കമ്പിയിലൊന്നും പിടിക്കത്തില്ല. 2 കൈയും വിട്ടിട്ട് നിൽക്കും. ബസ് വളയുന്നതിനൊപ്പം നമ്മളിങ്ങനെ വളഞ്ഞ് പോവും. നൊസ്റ്റ് അടിച്ചു. ഞങ്ങൾ ഒഴുകുപാറ എത്തി. ആ നീല കളറിൽ കണ്ട സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ബേബിക്ക് കിളിയും ഫിഷിനെയൊക്കെ മേടിച്ച്. അതാണ് ഞാനവിടെ കാണിച്ചത്. ഇവിടെ അടുത്ത് ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലൊരു പമ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു ജംഗ്ഷൻ. എല്ലാ സാധനങ്ങളും അവൈലബിൾ. എല്ലാ സാധനവും എന്ന് പറയാൻ പറ്റത്തില്ല. മന്തിയൊക്കെ കിട്ടണമെങ്കിൽ പാലോട് പോകണം. മന്തി മടത്തറയില്ല. എങ്കിലും അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ആവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ജംഗ്ഷൻ. ഞങ്ങളെത്തി, മടത്തറ എത്തി. അപ്പോൾ ഞങ്ങൾ കത്രിക മേടിച്ചിട്ട് വരാം. കത്രിക മേടിച്ചു. ഈ കടയിൽ നിന്നാണ് മേടിച്ചത്. തിരിച്ച് SFCയിലെത്തി. ഞങ്ങൾ ഓർഡർ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചെത്തുന്ന സമയത്തേക്ക് ആക്കി തന്നാൽ മതിയെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ തണുത്ത് പോകും. പിസ്സയില്ലേ, തണുത്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല, കഴിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചെത്തുന്ന സമയത്ത് ആക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരുട്ടാണ് കേട്ടോ. ബേബി നേരെ കാണിക്കാൻ പറ്റത്തില്ല. ബേബി ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ബോധം വീണില്ല. അരബോധത്തിലിങ്ങനെ കണ്ണു നട്ടിരിക്കുകയാണ്. സാറിന് തൊപ്പി വയ്ക്കണ ഇഷ്ടമല്ല. അപ്പോൾ അത് ദൂരെ ഇറങ്ങി. ഇതാണ് കേട്ടോ സ്ഥലം പറഞ്ഞ SFC കലൈപുരം. അപ്പം ഞങ്ങളുടെ സാധനം കിട്ടി. ഇക്കച്ചി സാധനം മേടിച്ചുകൊണ്ട് വന്നു. സാധനം കിട്ടി. ഞങ്ങൾ വണ്ടി കയറി. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കാണാം. അപ്പം ഞങ്ങൾ വീടെത്തി. ഇതാണ് കേട്ടോ പാക്കറ്റ് പറഞ്ഞത്. ഞങ്ങൾ ലാർജ് സൈസിലാണ് മേടിച്ചത്. 400 രൂപയായി. ലാർജ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 8 പീസോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. 8 പീസാന്ന് തോന്നുന്നു ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ പാക്കിംഗ് ഒക്കെ പറഞ്ഞത്. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. ഇതാണ് കേട്ടോ പിസ്സ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ബൈ ബൈ, സീ യു.